എടി എനിക്ക് നിന്നെക്കാളും ശമ്പളം കുറവായിരിക്കും, പക്ഷേ ഞാനൊരു അഭിമാനിയാണ്. നിന്റെ വീട്ടുകാരുടെ അഭിമാനത്തെ പറ്റി എന്നോടൊന്നും പറയണ്ട. 4 കാശ് കൂലി മേടിക്കുന്ന അഹങ്കാരം. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ നടന്ന് വഴക്കുണ്ടാക്കുന്നത്? എത്ര വട്ടം പറഞ്ഞതാ വല്ല കൗൺസിലിംഗിലോ കപ്പിൾ തെറാപ്പിക്കൊക്കെ പോയി, ഇത് ചുമ്മാ. അടി ഈ പ്രശ്നം തീർക്കാനാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ആ, നിന്റെ അടി പരിഹരിക്കുന്ന പ്രശ്നത്തിൽ ഞാനായിരിക്കും. ചേച്ചി ചേച്ചി അങ്ങനെ പറയല്ലേ, ഞാൻ ഈ ചേട്ടനൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്ത് ചേട്ടൻ പോണ്ടേ? നമ്മുടെ ബേബി സീരീസിലെ ഡോക്ടർ. ബേബിന്റെ മുത്തിന്റെ കഥയിൽ മാത്രമേ പുള്ളി വില്ലനായിട്ടുള്ളൂ, പക്ഷെ റിയൽ ലൈഫിൽ പുള്ളി ഹീറോയാ. ആർക്കാ മോനെ പ്രശ്നം? പ്രശസ്ത കപ്പിൾ തെറാപ്പിസ്റ്റ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ചിന്തകൻ, എഴുത്തുകാരൻ, അങ്ങനെ എല്ലാമാണ് നമ്മുടെ ഡോക്ടർ. ഒരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ത്? ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓപ്ഷൻ ബി അണ്ടർസ്റ്റാൻഡിങ്. ശരിയായ ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരിയുത്തരം നൽകുന്ന 3 പേർക്ക് എൻ്റെ വക ഗീവ് അവേ എന്താണെന്നല്ലേ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ. അപ്പോൾ ചോദ്യം മറക്കണ്ട, ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്ത്? ഉത്തരം നിങ്ങൾ പറയൂ. അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ്? പറയൂ. എനിക്കൊന്നും അറിഞ്ഞൂടാ. ശാന്തി പിടിച്ച മുയലിന് എത്ര കൊമ്പെന്ന് ഞാൻ പറയട്ടെ? 3. സുനിൽ പിടിച്ച മുയലിന് എത്ര കൊമ്പുണ്ട്? 3. അതാണ് ഇവിടുത്തെ പ്രശ്നം. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ തന്നെ ഉത്തരം പറയാം. ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും ആവശ്യം എന്താ? അണ്ടർസ്റ്റാൻഡിങ്, അല്ലാതെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. എന്റെ പൊന്നു സാറേ, ഇവൾക്ക് ഒരു സ്റ്റാൻഡ് പോലും ഇല്ല, പിന്നെ ഇവൾക്ക് എന്ത് അണ്ടർസ്റ്റാൻഡിങ്, എന്ത് അഡ്ജസ്റ്റ്മെന്റ്? പറയട്ടെ, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ നിങ്ങളെ 2ാമത്തെ മധുവിധു ആഘോഷിക്കാൻ ഊട്ടിയിലോട്ട് പോകും. എന്റെ പട്ടി പോകും. ഞാൻ പറയട്ടെ, നിങ്ങൾ ശരിക്കും പോണ്ട. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതല്ലേ, കേൾക്ക്. ശാന്തി, നിങ്ങൾ പോകുന്നത് ഒരു KSRTC ബസ്സിലാണ്. ഈ ഗതികെട്ടവന്റെ കൂടെ KSRTC ബസ്സിലല്ലേ പോകാൻ പറ്റും? പറയട്ടെ, കേൾക്കൂ. നിങ്ങളീ പോകുന്ന KSRTC ബസ്സിൽ ഒരു സീറ്റേ ഉള്ളൂ. അതിലാരിക്കും? കേൾക്കൂ. ഒരു സീറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ അടി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാന്ന് വിചാരിച്ചാൽ യാത്ര സുഖകരമാവുമോ? ഇല്ല. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല. നടക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. സുനി വിചാരിച്ചു ശാന്തി അവിടെ ഇരുന്നോട്ടെ. ഇല്ല സാർ, ഞാൻ വിചാരിക്കില്ല. അല്ല, വിചാരിക്കില്ല. സുനി, സീറ്റ് കൊടുത്താലല്ലേ കഥ മുന്നോട്ട് പോകൂ. ഓക്കെ. അങ്ങനെ ഊട്ടിയിലേക്ക് യാത്ര തുടങ്ങി. 100 കിലോമീറ്ററുണ്ട് ഊട്ടിക്ക്. സീറ്റ് കിട്ടിയ ശാന്തി കംഫർട്ടബിളായി യാത്ര ചെയ്യുന്നു. യാത്ര പകുതിയായി. 50 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഊട്ടിക്ക്. പാതി ദൂരം നിന്ന് യാത്ര ചെയ്ത സുനിലിൻ്റെ വിഷമം ശാന്തി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സുനിലിനെ നോക്കി ശാന്തി ഇങ്ങനെ പറയുന്നു. സാറേ, എനിക്ക് ഇവിടെ സീറ്റ് പോലും ഒന്നും വേണ്ട. ശാന്തി എന്നെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. കഥ മുന്നോട്ട് പോകണ്ടേ? ഞാൻ സീറ്റ് കൊടുക്കത്തില്ല ഡോക്ടർ. ശരി, സുനിൽ ശാന്തിയോട് റിക്വസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. ക്ഷമയുള്ളവരായിരിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക. അത് 2 മതി ഈ ലോകത്തെ കീഴടക്കാൻ. ഇനി ഞാനുണ്ടാകും നിങ്ങളെ കൂടെ. വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ.